പണിക്കർ സാർ, നമസ്കാരം. നമസ്കാരം സാർ. സാർ, ഒരു വിചിത്രമായിട്ടുള്ള ഒരു നിയമം വന്നിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തല്ല, നമ്മുടെ രാജ്യത്ത് ഒരുപാട് വിചിത്രമായിട്ടുള്ള നിയമങ്ങളുണ്ട്. പക്ഷെ ഈ നിയമം എന്ന് പറയുന്നത് ഇറാനിലാണ്. നമുക്കറിയാം, മഹ്സ അമീനിയുടെ ആ ഒരു മരണത്തെ തുടർന്നുള്ള ഇറാനിലുണ്ടായ ഹിജാബിന്റെ ആ ഒരു പ്രതിഷേധം, അതിഭീകരമായിട്ടുള്ള പ്രതിഷേധമായിരുന്നു അവിടെ ഉണ്ടായത്. അതേ തുടർന്ന് സ്ത്രീകളെല്ലാവരും റോഡിലിറങ്ങി, തെരുവിലിറങ്ങി ഹിജാബ് വലിച്ചെറിയുകയും കത്തിക്കുകയും അവിടെയുള്ള മതകാര്യ പോലീസിനെ ചുരുട്ടിക്കൂട്ടുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ ഇപ്പോ ഇറാനിൽ വന്നിരിക്കുന്ന വ്യത്യസ്തമായ ഒരു നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ ഈ ഇടയ്ക്ക് ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു സ്ത്രീ ആം, അടിവസ്ത്രം മാത്രം ഇട്ടുകൊണ്ട് പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ച കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സ്ത്രീക്ക് മാനസിക രോഗമാണ് എന്നാണ് അവിടെയുള്ള വൃത്തങ്ങൾ നമ്മളോട് സൂചിപ്പിച്ചിരുന്നത്. പക്ഷേ ഇപ്പോ അവിടെ ഒരു നിയമം വന്നിരിക്കുകയാണ്. ആ നിയമപ്രകാരം ഹിജാബ് ധരിക്കാത്ത സ്ത്രീകൾ എല്ലാവരും ഇനി മുതൽ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടണം എന്നാണ് അവര് പറഞ്ഞിരിക്കുന്നത്. ടെഹ്റാൻ ഹെഡ്ക്വാർട്ടേഴ്സ് ഫോർ ദി പ്രൊമോഷൻ ഓഫ് വൈസ് ആൻഡ് പ്രിവെൻഷൻ ഹെഡ്ക്വാർട്ടേഴ്സിലെ വനിതാ കുടുംബകാര്യ ഡിപ്പാർട്ട്മെന്റ് മേധാവി മെഹറി തലേബി ദാരസ്ഥാനിയാണ് ഈ കാര്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ലോകത്തിന് മുമ്പിൽ ഇറാൻ ഓൾറെഡി നാണം കെട്ട് നിൽക്കുകയാണ്. ഇത്തരത്തിലുള്ള വിചിത്രമായിട്ടുള്ള ഓരോരോ നിയമങ്ങൾ കൊണ്ടുവന്ന് വീണ്ടും നാണം കെടാനുള്ള ഒരു പരിപാടിയാണോ? എന്താണ് ഇവരുടെ ഉദ്ദേശം? സാറിന് എങ്ങനെ തോന്നുന്നുണ്ടോ ഹിജാബ് ധരിക്കാത്തത് മാനസികമായിട്ടുള്ള ഒരു പ്രശ്നമാണെന്ന്? ധനുഷ്, ഇതിലൊരു കാര്യം, ഈ ഹിജാബ് എന്ന് പറയുന്നത് ഇസ്ലാം നിഷ്കർഷിക്കുന്ന അവരുടെ ഒരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസിൻ്റെ അനിവാര്യമായിട്ടുള്ള ഒരു മതം പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഘടകമേ അല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നമ്മുടെ നാട്ടിൽ തന്നെ ഹിജാബ് നിരോധനവുമായൊക്കെ ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ കോടതികളിൽ തന്നെ മുസ്ലിം പണ്ഡിതരായിട്ടുള്ള ആൾക്കാർ തന്നെ അത് വന്ന് മൊഴി കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ പഠനങ്ങൾ അവിടെ ഹാജരാക്കിയിട്ടുണ്ട്. അതിലൊക്കെ തന്നെ പറയുന്നത് ഒരു കാലത്തും ഇസ്ലാം മതത്തിൽ അങ്ങനെ ഹിജാബ് ധരിക്കുക എന്ന് പറയുന്നത് അവരുടെ മതത്തിൻ്റെ അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമായിട്ട് ഒരിക്കലും പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരു സംസ്ഥാനത്തുള്ള ഒരു സർക്കാരിന് അവിടെയുള്ള വിദ്യാലയങ്ങളിലൊക്കെ തന്നെ വിദ്യാർത്ഥിനികൾ ഹിജാബ് ധരിക്കുന്നുണ്ടെങ്കിൽ അവിടെ അധ്യയനത്തിൻ്റെ സമയത്ത് സ്കൂൾ പ്രവൃത്തി ദിവസങ്ങളിലൊന്നും തന്നെ ഹിജാബ് പാടില്ല, അവരുടെ യൂണിഫോമിൽ എന്താണ് നിഷ്കർഷിക്കുന്നത് അത് മാത്രമേ ധരിക്കാവൂ എന്ന രീതിയിലത്തേക്കുള്ള ചില നിർദ്ദേശങ്ങളൊക്കെ തന്നെ, ഗൈഡ് ലൈനുകളൊക്കെ തന്നെ ഇറക്കുന്നത്. അത് വേറൊരു തർക്കമാണ്. ഞാൻ പറഞ്ഞു വന്ന പോയിന്റ്, ഹിജാബ് എന്ന് പറയുന്നത് ഇസ്ലാം മതം നിർദ്ദേശിക്കുന്ന അവരുടെ ഒരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അല്ല. എന്തുകൊണ്ടാണ് ഈ പല രാജ്യങ്ങളിലും അങ്ങനെ വരുന്നത്? ഇപ്പോൾ പല പരിഷ്കൃതമായിട്ടുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ പോലും ചെയ്യുന്ന ഒരു കാര്യം ഇത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ ഒഴിവാക്കുകയാണ്. സ്ത്രീകൾക്ക് കൂടുതലായിട്ടുള്ള അവകാശങ്ങൾ നൽകുന്നുണ്ട്, സ്ത്രീകൾക്ക് കൂടുതലായിട്ടുള്ള അധികാരങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പല കാര്യങ്ങളും നമ്മൾ ഈ ജീവിക്കുന്ന സമയത്ത് വരുമ്പോൾ നമുക്കത് കൗതുകമായിട്ട് തോന്നാറുണ്ട്. ഇപ്പോൾ സ്ത്രീകൾക്ക് ഇനി മുതൽ വാഹനങ്ങൾ ഡ്രൈവ് ചെയ്യാം, സ്ത്രീകൾക്ക് ഇനി മുതൽ ഇന്ന ജോലികൾ ചെയ്യാം തുടങ്ങിയ രീതിയിലത്തേക്കുള്ള നിർദ്ദേശങ്ങൾ വരുമ്പോൾ ഇവിടെ അതൊക്കെ ചിലപ്പോൾ ഒരു പരിധിവരെയൊക്കെ ട്രോൾ ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും ആ ഒരു ഷിഫ്റ്റ് നല്ലതാണ്. ആ ഒരു പോസിറ്റീവ് ചേഞ്ച് എന്ന രീതിയിലത്തേക്ക് നമ്മളതിനെ കാണണം. കാരണം ഈ പറയുന്നത് പോലെ നല്ല ബോധമുള്ള ഏതോ ഭരണാധികാരി വരുമ്പോൾ ഇങ്ങനെയല്ല ഉണ്ടാകേണ്ടത്. സാർ, അത് കേൾക്കുമ്പോൾ എനിക്കൊരു അത്ഭുതമാണ് തോന്നുന്നത്. കാരണം സ്ത്രീകൾക്ക് വാഹനം ഡ്രൈവ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾക്കിടയിൽ ഇറ്റ് കുഡ്ന്റ് ഈവൻ ബി ഡിസ്കസ്ഡ്. അങ്ങനെ ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നത്. നമുക്കത് ഡിസ്കസ് ചെയ്യാൻ പോലും നമുക്ക് സാധിക്കില്ല, കാരണം നമ്മളൊന്നും ചിന്തിക്കാത്ത കാര്യമാണ്. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു നിയമം ഏതെങ്കിലും ഒരു രാജ്യത്ത് വരികയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ അത് ട്രോൾ ചെയ്യപ്പെടും. പക്ഷേ അത് ട്രോൾ ചെയ്യപ്പെടുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടുകൂടി കരുതേണ്ടത് കൺവെൻഷനലായിട്ട് ഇങ്ങനെ ഒരു പ്രാക്ടീസ് ഇവിടെ തുടർന്നു വരികയാണ്. പക്ഷേ അത് സ്ത്രീകളെ ഒരു രണ്ടാം നിരക്കാരായിട്ട് കാണുന്നതിന് തുല്യമാണ്. അങ്ങനെയല്ല വേണ്ടത്. പുരുഷന്മാർ എന്തൊക്കെ കാര്യങ്ങൾ അനുഭവിക്കുന്നുണ്ടോ അത് ഇതര ലിംഗത്തിലുള്ള ആൾക്കാർക്കും ഉണ്ടാകണം എന്നുള്ള ഒരു ചിന്ത ഏതോ ബോധമുള്ള ഒരു ഭരണാധികാരിക്കുള്ളപ്പോൾ അദ്ദേഹം ഒരു തീരുമാനമെടുക്കുകയാണ്. അപ്പോൾ ആ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു സ്മോൾ സ്റ്റെപ്പാണെങ്കിൽ പോലും അത് പിന്നീട് ആ നാട്ടിൽ ഉണ്ടാക്കാൻ പോകുന്ന, സ്ത്രീകൾക്ക് മൊത്തത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഉണർവ്, സ്വാതന്ത്ര്യം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് ട്രോൾ ചെയ്യപ്പെടുന്നതിനേക്കാൾ കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ടതാണ് എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കാം. ഇപ്പോൾ നമ്മൾ തന്നെ കണ്ടിട്ടില്ല, ഇപ്പോൾ കാബൂളിൽ, അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ പണ്ട് സ്ത്രീകൾ എങ്ങനെയാണ് വേഷം ധരിച്ചിരുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് കണ്ടതാണ്. ഏതൊരു പുരോഗമിച്ചിരിക്കുന്ന അമേരിക്കൻ സൊസൈറ്റിയിലോ യൂറോപ്യൻ സൊസൈറ്റിയിലോ ധരിക്കുന്നത് പോലെയുള്ള വസ്ത്രങ്ങളാണ് പണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫിയുടെ കാലത്ത് പോലും അവിടെയുള്ള സ്ത്രീകൾ ധരിച്ചിരുന്നത്, കാബൂളിലും മറ്റും എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇന്നെങ്ങനെയാണ്? ഇത് പൂർണ്ണമായും കവർ ചെയ്തതിന് ശേഷം മാത്രമേ പുറത്തിറങ്ങാൻ അനുവാദം കിട്ടുമെങ്കിൽ അതുപോലും അവർക്ക് ധരിച്ച് പുറത്തിറങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉള്ള പല രാജ്യങ്ങളും ഉള്ളപ്പോഴാണ് നമ്മൾ ഇറാൻ്റെ ഒരു ഹിസ്റ്ററി നോക്കുമ്പോൾ, ഇറാനിൽ ശരിക്കും ആയത്തുള്ള ഖൊമേനി അവിടെ അധികാരത്തിലേക്ക് വരുമ്പോൾ ഈ 1979 ആ സമയം മുതലാണ് ഇങ്ങനെ നിർബന്ധിതമായിട്ട് സ്ത്രീകൾ ഹിജാബ് ധരിച്ചിരിക്കണമെന്ന രീതിയിലത്തേക്കുള്ള ഒരു നിയമം വരുന്നത്. എന്ന് വെച്ചാൽ ഇറാൻ പണ്ട് മുതൽക്ക് തന്നെ ഒരു ഇസ്ലാമിക രാജ്യമാണ്. പക്ഷേ അവിടെ ഈ ഹിജാബ് നിർബന്ധമാക്കിയിട്ട്
50 കൊല്ലം പോലും ആയിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമിൻ്റെ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആയിരുന്നുവെങ്കിൽ ഇത് പണ്ട് മുതൽക്ക് തന്നെ അങ്ങനെ ആകുമായിരുന്നു. അതല്ല എങ്കിൽ ഇപ്പോൾ ഈ ഹിജാബ് നമുക്ക് വേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്ന സ്ത്രീകൾക്ക് അവരുടെ മുടിയൊക്കെ പുറത്ത് കാണിക്കാമെന്നൊക്കെ പറയുന്ന പല ഇസ്ലാമിക രാജ്യങ്ങളും ഇതൊരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആയിരുന്നുവെങ്കിൽ അത് ഒഴിവാക്കാനായിട്ടും നിർബന്ധിതമാകുമായിരുന്നില്ല. അത് കാരണം ഒരു മതാടിസ്ഥാനത്തിലുള്ള ഒരു തിയോക്രാറ്റിക് ആയിട്ടുള്ള ഒരു രാജ്യത്തിന് ആ രീതിയിൽ മാത്രമേ ചിന്തിക്കാൻ കഴിയുകയുള്ളൂ. പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ കുറേ കാലമായിട്ട് എനിക്ക് തോന്നുന്നു 2017 ശേഷമൊക്കെ വളരെ വലിയ രീതിയിലത്തേക്കുള്ള പ്രൊട്ടസ്റ്റാണ് അവിടെയുള്ള ന്യൂ ജനറേഷൻ പെൺകുട്ടികളുടെ ഭാഗത്ത്, സ്ത്രീകളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. അവർ ഇത് പുരോഗമനപരമായിട്ടുള്ള ഒരു കാര്യമല്ല, സ്ത്രീകളെ റെസ്ട്രിക്റ്റ് ചെയ്യുകയാണ്, പുരുഷാധിപത്യത്തിൻ്റെ പ്രതീകമാണിത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എത്രത്തോളം ധൈര്യം അവർ സമ്പാദിച്ചതിന് ശേഷമായിരിക്കും തെരുവിലേക്ക് ഇറങ്ങുക. തെരുവിലേക്ക് ഇറങ്ങിയതിന് ശേഷം അവിടെ പ്രൊട്ടസ്റ്റ് നടത്തുക, ഹിജാബ് പരസ്യമായിട്ട് ഉപേക്ഷിക്കുക, കീറിക്കളയുക, കത്തിക്കുക, അങ്ങനെയുള്ള പ്രതിഷേധ നടപടികളിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ ഇത് നിർബന്ധിതമായിട്ടുള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാം. അപ്പോൾ ആ ശക്തമായിട്ടുള്ള നടപടികളെ മറികടന്നുകൊണ്ട് ഈ സ്ത്രീകളെല്ലാം തന്നെ അവിടെ വന്ന് പ്രതിഷേധിക്കുകയാണ്. അങ്ങനെ പ്രതിഷേധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ നഗ്നയായിട്ട് വന്നിരിക്കുന്ന വിദ്യാർത്ഥിനി ഉൾപ്പെടെ മറ്റു പല ആൾക്കാരും, ഇപ്പം എൽനോസ് നെറോസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ട്രസ്, ഒരു മോഡലുണ്ട്. ഇവർ ജർമ്മനിയിലാണ് സ്ഥിരമായിട്ട് താമസിക്കുന്നത്, പക്ഷേ അവർ ഇറാനിയനാണ്. അവരെന്താ ചെയ്തിരുന്നത്, ഇവർ വീഡിയോ ആണ് തൻ്റെ മാർഗം, ക്യാമറയാണ് തൻ്റെ ടൂൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ചെയ്തിരുന്നത് ഇതേപോലെ പൂർണ്ണമായിട്ടും അവർ ഈ ഹിജാബും എല്ലാം ധരിച്ച് അവരുടെ ശരീരം കവർ ചെയ്തതിന് ശേഷം അവർ ക്യാമറയ്ക്ക് മുന്നിലേക്ക് വന്നതിന് ശേഷം ഈ ഓരോ വസ്ത്രമായിട്ട് അവർ റിമൂവ് ചെയ്യുകയാണ്. അങ്ങനെ അവർ അവസാനം അവരുടെ ഉൾവസ്ത്രങ്ങൾ വരെ റിമൂവ് ചെയ്തതിന് ശേഷം അവരിങ്ങനെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ്. അവർ കൊടുക്കുന്ന ഒരൊറ്റ സന്ദേശം മാത്രമേ ഉള്ളൂ, എൻ്റെ ശരീരമാണ്, അത് ഏത് രീതിയിലത്തേക്ക് കവർ ചെയ്യണം, ഏത് രീതിയിലത്തേക്കുള്ള വസ്ത്രധാരണമാണ് ഞാൻ സ്വീകരിക്കേണ്ടത് എന്നുള്ളത് എൻ്റെ ചോയ്സാണ്. അത് എന്നോട് പറയേണ്ടത് സർക്കാരല്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല. നമ്മുടെ നാട്ടിൽ പോലും ഇപ്പോൾ ഹിജാബ് വിഷയം, ഹിജാബ് നിരോധിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇത് പാടില്ല, നിരോധിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ആൾക്കാർ ചോദിക്കാനുണ്ട്, ഇത് വസ്ത്ര സ്വാതന്ത്ര്യമല്ലേ, അവർക്ക് വേണമെങ്കിൽ ധരിക്കാമല്ലോ എന്ന് ചോദിക്കുന്നത്. അവിടെ ഉള്ള ഒരൊറ്റ പ്രധാനപ്പെട്ട റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ച് യൂണിഫോം ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഏർപ്പെടുത്തുന്നുണ്ടെങ്കിൽ, സ്വകാര്യ സ്ഥാപനമായിക്കോട്ടെ ഗവൺമെൻറ് സ്ഥാപനമായിക്കോട്ടെ, അതിനുള്ള അധികാരം ആ ഒരു അതോറിറ്റി ആരാണോ അവർക്കുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് സ്കൂളുകളിലാണെങ്കിലും കോളേജുകളിലാണെങ്കിലും പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ യൂണിഫോം നിഷ്കർഷിക്കുന്ന സ്ഥാപനങ്ങൾക്കെല്ലാം യൂണിഫോം തീരുമാനിക്കാം എന്ന റൈറ്റ് ഉള്ളത്. ഇവിടെ നമ്മൾ ഇറാനിൽ പറയുന്നത് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന സമയത്തുള്ള യൂണിഫോമിനെ പറ്റി അല്ല, മറിച്ച് അവരുടെ പൊതുജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ അവരെല്ലായ്പ്പോഴും ഇങ്ങനെ കവേർഡ് ആയിട്ട് നടക്കണം, കവർ ചെയ്ത ശേഷം മാത്രമേ നടക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്കുള്ള, അവരുടെ പൗരസ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഈ ഒരു ഗ്രോയിങ് പ്രൊട്ടസ്റ്റ് വരുന്ന സമയത്ത് ഇതിനെ എങ്ങനെ നേരിടാൻ കഴിയും? കാരണം ഇത് വലിയ വാർത്തയാകുന്നു. നേരത്തെ ഈ പറഞ്ഞതുപോലെ ഇറാനിൽ ജനിച്ചിരിക്കുന്ന, വിദേശത്ത് താമസിക്കുന്ന ആൾക്കാർ ഉൾപ്പെടെ, വളരെ വലിയ രീതിയിലത്തേക്കുള്ള സോഷ്യൽ മീഡിയ ഫോളോയിങ് ഉള്ള ആൾക്കാർ ഉൾപ്പെടെ ഇങ്ങനെ ക്യാമറയും സ്വന്തം ശരീരത്തെയും ടൂളാക്കിക്കൊണ്ട് ഇതിനെതിരെ പ്രതിഷേധിക്കുന്നു. അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാകുന്നു, രാജ്യത്തുള്ള ആൾക്കാർ തന്നെ പ്രതിഷേധിക്കുന്നു. ഇവരെല്ലാം കൂടെ പിടിച്ചെടുത്തിട്ട് ജയിലിൽ കൊണ്ടുവരാനാണെങ്കിൽ എത്ര ജയിലുകൾ വേണ്ടിവരും? ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് ഇവർ പറയുന്നത് തന്നെയാണ്, ഞങ്ങൾ ഇതിനൊന്നും തയ്യാറല്ല, നിങ്ങൾ എന്ത് നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാലും ഇത് വ്യക്തി സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട കാര്യമാണ്, ഞങ്ങൾ ഇതിനെ അനുസരിക്കില്ല, ഞങ്ങൾ പുതിയ രാജ്യത്തെ, പുതിയ നാടിൻ്റെ തലമുറയാണ് എന്ന രീതിയിലത്തേക്കാണ് ഇവർ പ്രതിഷേധിക്കുന്നത്. അപ്പോൾ ഇത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ രീതിയിലത്തേക്കുള്ള ചർച്ചയായി മാറുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഒരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അല്ലാത്ത ഒരു കാര്യത്തിനെ ഒരു രാജ്യം ഇമ്പോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. മറ്റുള്ള പല രാജ്യങ്ങളും കുറച്ചുകൂടി ലിബറലായിട്ട് പെരുമാറുന്നു. ഞാൻ പറയുന്നത് ഇത് മുസ്ലിം മതവിഭാഗത്തിൽപ്പെടുന്ന, അല്ലെങ്കിൽ ഇസ്ലാം മതവിഭാഗത്തിൽപ്പെടുന്ന മുസ്ലിങ്ങളുടെ മുഴുവനും എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആയിരുന്നുവെങ്കിൽ മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളിലും ഇത് പൂർണ്ണമായിട്ട് വേണ്ടേ? നമ്മളിപ്പോൾ UAE പോകുന്നു, ദുബൈയിൽ പോകുന്നു, ബഹ്റൈനിൽ പോകുന്നു, അവിടെയൊക്കെ പോകുന്ന സമയത്ത് നമ്മളിങ്ങനെ കാണുന്നുണ്ടോ? ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ മതം നിഷ്കർഷിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ചോയ്സ് വ്യക്തികളുടെ ചോയ്സായിട്ട് പൊതുജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ അത് നൽകേണ്ടതാണ്, അതിവിടെ നൽകുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ ടാക്കിൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവരിങ്ങനെ ആലോചിച്ച് വന്നപ്പോൾ പറ്റുന്ന ഒരൊറ്റ പരിപാടിയേ ഉള്ളൂ, ഇത് നിങ്ങളുടേതായിട്ടുള്ള എന്തോ ഒരു പ്രശ്നമാണ്, ഇത് ആരോഗ്യപരമായിട്ടുള്ള ാണ് എന്ന നിലയ്ക്ക് ഇതിനെ വ്യാഖ്യാനിക്കാനായിട്ട് ശ്രമിക്കുക. എന്നാലോചിച്ച് നോക്കുക, നിങ്ങൾ ഇവിടെ പറയുന്ന ഒരു മത നിയമം, ഈ രാജ്യത്തിൻ്റെ നിയമം നിങ്ങളത് അനുസരിക്കാൻ തയ്യാറല്ല എങ്കിൽ
അത് മറ്റൊരു പ്രശ്നമല്ല, നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ പ്രശ്നമാണ്, നിങ്ങളുടെ തലയുടെ കുഴപ്പമാണ്, നിങ്ങളുടെ ബുദ്ധിയുടെ കുഴപ്പമാണ്, നിങ്ങളുടെ മനസ്സിൻ്റെ കുഴപ്പമാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ഇംപ്രഷൻ ആ നാട്ടിലെ ജനങ്ങളിൽ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് അവരെ നിർബന്ധിതമായിട്ട് ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോവുക എന്നുള്ള ഒരവസ്ഥയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ നാട്ടിൽ ഒരു നിയമം കൊണ്ടുവരുന്ന സമയത്ത് ആ നിയമത്തിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാകും, ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാകും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരിക്കുന്ന 2 നിയമങ്ങളാണ്. ഒന്ന് ഈ എന്താണ് പിന്നെ പൗരത്വ ഭേദഗതി നിയമം, മറ്റൊന്ന് കാർഷിക നിയമങ്ങൾ. ഈ നിയമം ഉണ്ടാകുന്ന സമയത്ത് ഇതിനെ എതിർക്കുന്ന ആൾക്കാർ, റോഡിൽ തമ്പടിച്ചതിന് ശേഷം പ്രതിഷേധിക്കുന്ന ആൾക്കാർ, ഇവർക്കെല്ലാം തലയ്ക്ക് വട്ടാണ്, അതുകൊണ്ട് ചികിത്സിക്കണം എന്ന രീതിയിലത്തേക്കാണോ കേന്ദ്ര സർക്കാർ പോവുക? ഏതെങ്കിലും ഒരു സർക്കാരിന് ഒരു ആധുനിക പുരോഗമന ജനാധിപത്യ സമ്പ്രദായത്തിൽ ആ രീതിയിലത്തേക്ക് പോകാൻ കഴിയുമോ? അപ്പോൾ ഇത് ഹിജാബ് ധരിക്കേണ്ട എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒരു നെഗറ്റീവ് ഫോഴ്സ് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്, അതിന് മാനസികമായ ചികിത്സയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന രീതിയിലത്തേക്ക് പ്ലേറ്റ് മാറ്റിക്കൊണ്ട് ഈ മതരാജ്യത്തെ വ്യക്തി നിയമങ്ങൾ ഒരു ചോയ്സ് അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഇറാനിൽ നടക്കുന്നത്. ആ ശ്രമം എന്ന് പറയുന്നത് ചേർത്ത് തോൽപ്പിക്കേണ്ടതാണെന്ന കാര്യത്തിൽ സംശയമില്ല. അത് ചേർത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇതിനോടകം തന്നെ ഇതിൽ വന്നിരിക്കുന്ന കുറേയധികം പ്രതികരണങ്ങളുണ്ട്. അപ്പോൾ അത് എല്ലാ ഭാഗത്തുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ അവിടെ ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടി വാദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഈ സമയത്ത് വലിയ സ്കോപ്പാണ് ഇറാനിൽ. കാരണം അവിടെ ഒരുപാട് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ് ഇങ്ങനെ നടക്കുന്നു എന്ന രീതിയിലത്തേക്കുള്ള റിപ്പോർട്ടുകളുണ്ട്. അതിൽ തന്നെ പ്രവർത്തിക്കുന്ന ഹുസൈൻ റൈസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ഒരു ക്ലിനിക്ക് തുടങ്ങുക എന്ന് പറയുന്നത് പോലും അനിസ്ലാമികമാണ് എന്നാണ്. അതായത് നിങ്ങളൊരു ഇസ്ലാമികമായിട്ടുള്ള ഒരു കാര്യമാണ് ഹിജാബ് എന്ന് പറയുമ്പോൾ അതൊരാൾ ധരിക്കാൻ കൂട്ടാക്കിയില്ല എങ്കിൽ അതാണ് അനിസ്ലാമികമാകുന്നത് എങ്കിൽ, അങ്ങനെ ധരിക്കാൻ കൂട്ടാക്കാത്ത ഒരാളെ ചികിത്സിക്കണമെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ അനിസ്ലാമികമാണ്. അപ്പോൾ അത് ഇറാനിലെ നിയമം അങ്ങനെ അനുശാസിക്കുന്നില്ല. പക്ഷേ അപ്പോൾ ആ രീതിയിലത്തേക്കുള്ള ഒരു ഭേദഗതി കൊണ്ടുവരാനായിട്ട് അവർ താല്പര്യപ്പെടുകയാണ്. എന്നിട്ട് ഇതെല്ലാം തന്നെ ഇസ്ലാമികമാണ് എന്ന് പ്രതീതി കൊണ്ടുവരാനായിട്ട് ഇവർ ശ്രമിക്കുകയാണ്. ഈ രീതിയിലത്തേക്ക് സമൂഹത്തിൽ ഒരു വലിയ ആശയക്കുഴപ്പമുണ്ടാക്കി മതനിയമം, മതത്തിൽ പറയുന്ന വ്യക്തി നിയമം അത് നിങ്ങൾ അനുശാസിക്കുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ അത് നിങ്ങൾ അനുസരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാനസികമായിട്ടുള്ള ഒരു തകരാറാണ്, നിങ്ങൾക്ക് വേണ്ടത് ചികിത്സയാണ് എന്ന് പറയുകയാണ്. നമ്മൾ പറയത്തില്ലേ ചില ആൾക്കാരടുത്ത് ഗോ ഗെറ്റ് യുവർ ഹെഡ് ചെക്ക്ഡ് എന്ന് പറയത്തില്ലേ, നീ പോയി നിൻ്റെ തലയൊന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും എന്ന് പറയുന്നത് പോലെ ഹിജാബ് ഇടാൻ നിങ്ങൾ കൂട്ടാക്കിയില്ല എങ്കിൽ അത് നിങ്ങളുടെ ചികിത്സ ആവശ്യമുള്ള ഒരു അസുഖമാണ് എന്ന രീതിയിലത്തേക്ക് അവർ പറയുകയാണ്. അത് രസം എന്താണെന്ന് വെച്ചാൽ ഈ സർക്കാരിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. ഇത് ഈ സ്ത്രീകൾക്കും കുടുംബങ്ങൾക്കും വേണ്ടിയിട്ടുള്ള മന്ത്രാലയം എന്നൊക്കെയാണ് ഇതിൻ്റെ ഈ വകുപ്പിനെ പറ്റി പറയുന്നത്. അവർക്ക് വേണ്ടിയാണ് എന്ന് പറയുന്നു. അവർ തന്നെ പറഞ്ഞു ഞങ്ങൾക്കിത് വേണ്ട. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്നറിയോ, ഈ ഹിജാബ് ധരിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുവരുന്ന ഈ ട്രീറ്റ്മെൻറ്റ് സെൻറ്ററുകൾ എന്ന് പറയുന്നത് സയൻറ്റിഫിക്കാണ്, സൈക്കോളജിക്കലാണ് എന്നാണ് പറയുന്നത്. അതായത് ശാസ്ത്രീയമാണെന്നാണ്. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ ഹിജാബ് ധരിക്കാതിരിക്കുക എന്ന് പറയുന്നത് അശാസ്ത്രീയമാവണമല്ലോ. അശാസ്ത്രീയമായ ഒന്നിനെയാണല്ലോ നിങ്ങൾ ശാസ്ത്രം കൊണ്ട് കറക്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഹിജാബ് ധരിക്കാതിരിക്കുക എന്ന് പറയുന്നതാണ് അശാസ്ത്രീയം, ഹിജാബ് ധരിക്കുന്നതാണ് ശാസ്ത്രീയം എന്ന് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ പറയുന്നത്? നിങ്ങളൊരു തുണിയെടുത്ത് തലയിലിട്ട് കഴിഞ്ഞാൽ അതാണ് ശാസ്ത്രം എന്ന രീതിയിലത്തേക്ക് പറയുന്നതിനാണ്. ഇതൊരു വിശ്വാസമാണ്. ഇത് ഏതോ സമയത്ത് ഉണ്ടായിരിക്കുന്ന ഒരു പ്രാക്ടീസാണ്. അതൊരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അല്ല എങ്കിൽ പോലും അതൊരു പ്രാക്ടീസാണ്. അതിന് സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷനോ ഒന്നും തന്നെ ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ ഈ പറയുന്ന പോലെ എന്താണ് പശുവിൻ്റെ മൂത്രത്തിൽ നിന്ന് യുറേനിയം വേർതിരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെയും കുറേ വിഡ്ഢികളൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞത് അതേപോലെയുള്ള ഒരു കാര്യം തന്നെയല്ലേ ഇത് ധരിക്കുന്നതാണ് ശാസ്ത്രീയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇത് സൈക്കോളജിക്കലാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഇവിടെ ട്രീറ്റ്മെൻറ്റ് വേണ്ടത് ഈ ഇറാനിലുള്ള സ്ത്രീകൾക്കല്ല, മറിച്ച് ഇറാനിലുള്ള സർക്കാരിനാണ്. ഈ ജനപ്രതിനിധികളെന്ന് പറയുന്ന അവിടെ ഭരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ആ ആൾക്കാർക്കാണ് ട്രീറ്റ്മെൻറ്റ് വേണ്ടത്, അവർക്കാണ് കൗൺസിലിംഗ് വേണ്ടത്, അവർക്കാണ് സൈക്കോളജിക്കലായിട്ടുള്ള ചികിത്സ വേണ്ടത്. സയൻറ്റിഫിക് ആയിട്ടുള്ള മാർഗ്ഗങ്ങൾ എന്താണ് എന്ന് അവരോടാണ് ആരെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ടത്. ഇനി ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് അവിടെ ഉണ്ടാകുന്ന പ്രതിഷേധം ആ നിലയ്ക്ക് പോകും. കാരണം ഇത് അപഹാസ്യമായിട്ടുള്ള ഒരു തീരുമാനമാണ്. മറ്റേത് ഇമ്പോസിഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ എൻ്റെ സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്ന കാര്യം നീ അനുസരിക്കുന്നില്ല എങ്കിൽ ഞാനത് ഏത് ശക്തി ഉപയോഗിച്ചും അടിച്ചേൽപ്പിക്കും. അത് പ്രൊട്ടസ്റ്റ് മാത്രമേ അതുകൊണ്ടുണ്ടാകുകയുള്ളൂ. ഇതുകൊണ്ടുണ്ടാകാൻ പോകുന്ന പ്രൊട്ടസ്റ്റ് മാത്രമല്ല, റിഡിക്കൂൾ കൂടിയാണ്. യവന്മാരെന്ത് സർക്കാരാണ്, ഇവന്മാർക്കാണ് തലയ്ക്ക് വട്ട്, ഇവന്മാർക്കാണ് ചികിത്സ വേണ്ടത് എന്ന രീതിയിലത്തേക്ക് പൊതുസമൂഹം വിലയിരുത്തുന്ന, ഇറാനിലുള്ള യുവജനത പ്രത്യേകിച്ച് സ്ത്രീകൾ വിലയിരുത്തുന്ന, നേരത്തെ പറഞ്ഞതുപോലെ ഒരു അന്താരാഷ്ട്ര കമ്മ്യൂണിറ്റി കൂടി ഈ ആൾക്കാരുടെ പിന്നിൽ അണിനിരന്നുകൊണ്ട് ഈ രീതിയിലത്തേക്ക് ഈ ഗവൺമെൻറ്റിനെ പോലും റിഡിക്യൂൾ ചെയ്യുന്ന രീതിയിലത്തേക്ക് ഇത് മാറാനുള്ള സാധ്യതയുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, മതപരമായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് ചികിത്സയാണ് എന്ന് പറയുന്ന ആൾക്കാർക്കാണ് ചികിത്സ വേണ്ടത്. കാരണം ഇതെല്ലാം തന്നെ ഒരു വ്യക്തിയുടെ ചോയ്സാണ്. നിങ്ങൾക്ക് ഇത് നിർബന്ധമാക്കാൻ പറ്റുന്ന കേന്ദ്രങ്ങളിൽ,
വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, തൊഴിലിടങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ അത് വേണമെന്നോ വേണ്ട എന്നോ നിങ്ങൾക്ക് നിഷ്കർഷിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായേക്കാം. പക്ഷേ പൊതുജീവിതത്തിലോ വ്യക്തി ജീവിതത്തിലോ ഒരാൾ എന്ത് വസ്ത്രം ധരിക്കണം എന്നുള്ള കാര്യത്തിനെപ്പറ്റി ലോകത്തെവിടെയും തീരുമാനമെടുക്കേണ്ടത് ആ വ്യക്തിയാണ്. ആ വ്യക്തിക്കുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക എന്നുള്ളതാണ് പരമപ്രധാനം. അപ്പോൾ ഇറാനെ പിന്തുണയ്ക്കുന്ന, ഇപ്പോൾ പ്രത്യേകിച്ച് ഇസ്രായേലുമായിട്ടുള്ള അടിബഹളമൊക്കെ ഒരു സമയത്ത് നടക്കുമ്പോൾ ഇറാനെ പിന്തുണയ്ക്കുന്ന നിരവധി ആൾക്കാർ നമ്മുടെ നാട്ടിലുമുണ്ട്. ആ ആൾക്കാരുടെയും ഒക്കെ തന്നെ ചിന്ത ഈ രീതിയിലാണോ എന്നെനിക്കറിയില്ല. അതറിയാനുള്ള കൗതുകവും എനിക്കുണ്ട് ധനുഷ്. എന്തായാലും ലോകം വളരെ വിചിത്രമാണ് സാർ. അതായത് ഒരു രാജ്യത്ത് ഹിജാബ് ഊരിക്കളയാനായിട്ട് സ്ത്രീകൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നു, സ്വാതന്ത്ര്യം വേണമെന്ന് പറയുന്നു. നമ്മുടെ രാജ്യത്ത് ഹിജാബ് ഇടാനായിട്ട് സ്ത്രീകൾ പ്രതിഷേധിക്കുന്നു. വലിയ രീതിയിൽ കർണാടകയിലൊക്കെ ആ പ്രതിഷേധം മുന്നോട്ടേക്ക് പോകുന്നു. പക്ഷെ എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ, ഹിജാബ് ചോയ്സ്. പക്ഷേ നമ്മൾ അടുത്തറിയുമ്പോൾ മനസ്സിലാവും ഹിജാബ് എന്റെ ഇക്കയുടെ ചോയ്സ് ആണ് എന്നുള്ളത് മാത്രമാണ് അതിനകത്തുള്ള ഒരു വ്യത്യസ്തത എന്നുള്ളത്. എന്തായാലും ഇറാനിലെ സ്ത്രീകൾക്ക് എല്ലാവിധ ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.